അധ്യാത്മരാമായണം തുടരുന്നു. ഇന്ന് യുദ്ധകാണ്ഡത്തിൽ രാവണശുക സംവാദം, യുദ്ധ ആരംഭം, രാവണൻ്റെ പടപ്പുറപ്പാട് എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. ദേവം മരതക കാന്തികാന്തം രമസേവിതം ചാപബാണായുധം രാഘവം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടുമതിനില്ല സംശയം. ഇത്തം ശുകവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധാതാമ്രാക്ഷനായി എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൂക്കിരുന്നീടിനാൻ. ആയിരം ധൂളികളായിരമായിരം സംഖ്യകളോടു കളർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിടിനാർ. ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തു മുറിവതിനായച്ചീടിനാൻ. ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ ചെന്നവരും ശുകസാരണരെ പോലെ ചൊന്നത് കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ. രാമശിരസും ധനുസുമിതെന്നുടൻ വാമാക്ഷി മുന്നിലാ മാറുവച്ചീടിനാൻ. ആയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരേ. വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദമശേഷമകലെ കളക നീയെല്ലാം ചതിയെന്നു തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ. അംഗദൻ രാവണനു തന്നോട് ചൊല്ലിനാൻ, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാ മാറി വച്ചിടുക വൈകാതെ. രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോട് കൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ. മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാനങ്കതൻ. ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടു രക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പൊക്കാർ സുരാലയം. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തംബരാന്തേ മറഞ്ഞേടിനാൻ. നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതു ബദ രാഘവന്മാരെയും വാനരന്മാരെയും താപസവൃന്ദവും ദേവസമൂഹവും ഹാഹാ വിഷാദേന ദുഃഖവിഷണ്ണരായി. സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രിപാലെ പവനാശനനാശനൻ നാഗാരി രാമപദം വണങ്ങേടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ
ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനെ ബദ്ധസമ്മോദം അനുഗ്രഹം നൽകിനാൻ. മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്രഖഡ്ഗപ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു, രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. 1000 വാജികളെ കൊണ്ട് പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കയറി. 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. ത്രൈലോക്യനായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിനാൻ. ഘോരമായി വന്നിതു പോരുമന്നേരത്തു വാരാനിധിയും ഇളകി മറിയുന്നു. രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായിതു ബാണമേറ്റന്നേരം പൗലസ്ത്യ ചാപവും വീണിതു ഭൂതലെ. നക്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവാരൂഢ താപേന നിന്നു ദശാസ്യനും രാമനും. രാവണൻ തന്നോടരുൾ ചെയ്താനാമയം പാരം നിനക്കുണ്ടു മാനസേ, പോയാലുമിന്നു ഭയപ്പെടായി കേതുമേ. കാകുൽസ്ഥ വാക്കുകൾ കേട്ട് ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. സുന്ദരകാണ്ഡത്തിലൂടെയാണ് നമ്മുടെ യാത്ര തുടരുന്നത്. ഇപ്പോൾ ഹനുമാനുള്ളത് ലങ്കയിലാണ്. ലങ്കാലക്ഷ്മി ഹനുമാനെ കടത്തിവിട്ടില്ല. ഒരു നല്ല തല്ല് കൊടുത്തു. ലങ്കാലക്ഷ്മിക്ക് കാര്യം ബോധ്യായി. വളരെ വേഗം അകത്തേക്ക് കടന്നു ഹനുമാൻ. ചിലതിനെ അധികം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ അവിടെയും ശക്തിയുടെ ഭാഷ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ശക്തിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശക്തി കാണുമ്പോൾ ആദരവ്, ബഹുമാനമെല്ലാം അറിയാതെ തന്നെ സമാജം നമുക്ക് നൽകിക്കൊള്ളും. നമ്മുടെ രാഷ്ട്രം ഇന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് 23 ലോകരാജ്യങ്ങൾ അവിടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചിരിക്കുന്നു. ഈ രാജ്യത്തിന് അനവധി പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയെ ഇങ്ങനെയുള്ള ഒരു ആദരവോടുകൂടി ലോകം ബഹുമാനിച്ചിട്ടുണ്ടോ? 8 ഇസ്ലാമിക രാജ്യങ്ങൾ അവിടെ പരമോന്നത ബഹുമതി നൽകിയിട്ട് പാലസ്തീനും ഈജിപ്തും അടക്കം നമ്മുടെ മോദിജിയെ ആദരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഭാരതം ഇന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. സൈനിക ശക്തിയിലും വളരെ മുന്നിലാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നമുക്കറിയാം, ചൈനയുടെ പല മിസൈലുകളും വ്യാജമായിരുന്നു എന്ന് പാകിസ്ഥാന് പണികിട്ടിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ നമ്മുടെ ബ്രഹ്മോസ് അടക്കമുള്ള ആയുധങ്ങൾ എത്രമാത്രം കൃത്യത ആർന്നതായിരുന്നു. ഇപ്പോൾ ഒരു ബ്രഹ്മോസിന് 34 കോടി രൂപയുണ്ട്. 11 ബ്രഹ്മോസാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 400 കോടി രൂപയോളം നമുക്ക് ബ്രഹ്മോസിന് വേണ്ടി മാത്രം തന്നെ ചിലവഴിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ഒരു 1000 കോടി രൂപയുടെ ചിലവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 22ഓളം രാജ്യങ്ങൾ നമ്മുടെ ബ്രഹ്മോസിന് വേണ്ടിയും നമ്മുടെ ആയുധങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സുദർശനയ്ക്ക് വേണ്ടിയും ഓർഡർ തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭാരതത്തിൻ്റെ ശക്തി യഥാർത്ഥമാണ്. അവർ ഒരിക്കലും വഞ്ചിക്കില്ല. അപ്പോൾ ശക്തിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശക്തി കാണിച്ചാൽ തന്നെ വലിയ ദുരന്തങ്ങൾ ഒഴിവായി പോകും. ഇപ്പോൾ ഇന്ന് പാകിസ്ഥാനോട് നാം കാണിച്ച ഈ ശക്തി പ്രകടനം ചൈനയെയും ബംഗ്ലാദേശിനെയും എല്ലാം ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇനി ഭാരതത്തോട് കളിക്കാൻ വരുമ്പോൾ അവരൊന്നുകൂടി ചിന്തിക്കും, ഞങ്ങൾ ഭാരതത്തോട് കളിച്ചാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ തിരിച്ചടി എന്ന് അവരെ ചിന്തിപ്പിക്കും. അപ്പോൾ അത് ശക്തിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരൊറ്റ തല്ലിലൂടെ ലങ്കാലക്ഷ്മിക്ക് കാര്യം ബോധ്യപ്പെട്ടു. അങ്ങനെ സീതയെ തേടി നടക്കുകയാണ് ഹനുമാൻ. ലങ്ക എന്ന് പറയുന്നൊരു മഹാസാമ്രാജ്യം, ഏക്കർ കണക്കിന് ഭൂമികളിൽ വിസ്തരിച്ച് കിടക്കുന്ന കൊട്ടാരവും അനുബന്ധ സ്ഥാപനങ്ങളും. അശോകവനിയുണ്ട്. ഇതിലെവിടെയാണ് സീത? മുമ്പ് കണ്ടിട്ടില്ല സീതാദേവി ഹനുമാൻ. എങ്ങനെ മനസ്സിലാവും? അന്തഃപുരങ്ങളിൽ രാത്രികാലങ്ങളിൽ കയറിയപ്പോൾ
അർദ്ധവസ്ത്രത്തോടുകൂടി കുടിച്ച് കൂത്താടി രമിക്കുന്ന ഒരുപാട് സ്ത്രീകളെ കണ്ടു. ഇതൊന്നും സീതയല്ല എന്ന് കൃത്യമായിട്ട് ഹനുമാൻ അറിയാം. മണ്ഡോദരിയെ കണ്ടപ്പോൾ ഒരു മാത്ര സീതയാണോ എന്ന് സംശയിച്ചു പോയി. രാവണൻ്റെ ഭാര്യയാണെങ്കിലും മണ്ഡോദരി പഠിക്കേണ്ട ഒരു സ്ത്രീ ജന്മമാണ്. എത്ര ഉത്കൃഷ്ടമായിരുന്നു മണ്ഡോദരിയുടെ ചിന്തകൾ, തൻ്റെ ഭർത്താവിൻ്റെ തലതെറിച്ച ജീവിത ശൈലികൾ, സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒടുങ്ങാത്ത ഇഷ്ടങ്ങൾ, പരസ്ത്രീകളെ പ്രാപിക്കുവാനുള്ള വ്യഗ്രത, ഇതിനൊക്കെ എതിരായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യുവാൻ പറ്റുമായിരുന്നില്ല മണ്ഡോദരിക്ക്. ആ അന്തഃപുരങ്ങളിൽ ഒരുപാട് സുന്ദരികളായ സ്ത്രീകൾ നിറഞ്ഞിരുന്നു. ചില ആളുകൾ രാവണനോടുള്ള ആരാധന കൊണ്ട് വന്നവരുണ്ടായിരുന്നു. രാവണൻ ഉഗ്രപ്രതാപശാലിയായിരുന്നു, അരോഗ ദൃഢഗാത്രനായിരുന്നു, കാണാൻ അതീവ സുന്ദരനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ മോഹിച്ചു വന്നിട്ടുണ്ട്. പല രാജാക്കന്മാരെയും കൊന്നിട്ട് അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ സീതാദേവിയെ വന്നുകൊണ്ടുപോലെ ഒരുപാട് ആളുകളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകൾ നിറഞ്ഞ അന്തഃപുരങ്ങളിൽ കയറി ഇറങ്ങിയാണ് ഹനുമാൻ. അപ്പം ഹനുമാൻ മനസ്സിലാകുന്നില്ല ഇവിടെ സീത. അപ്പം ഹനുമാൻ ഒരു മാത്രം ചിന്തിക്കുന്നു, എന്തായാലും രാമൻ്റെ പത്നി ഈയൊരു സുഖത്തിൽ മുഴുകി ഈയൊരു കൊട്ടാരത്തിൽ സ്വർണ്ണക്കട്ടിൽ കിടന്നുറങ്ങില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും മറ്റു സ്ഥലത്ത് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് അശോകവനിയിലൂടെ ആയിരക്കണക്കിന് മരങ്ങളും ചെടികളും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന അശോകവനത്തിൽ നോക്കുമ്പോൾ അങ്ങകലെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതീവ ദുഃഖിതയായി തേജോമയമായ ക്ഷീണിച്ച ഒരു രൂപം വസ്ത്രം ധരിച്ച്, അതായത് ഒരു കാഷായ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സീതാദേവിയാണോ അല്ലയോ എന്നൊരു സംശയം വന്നു. ഏറെക്കുറെ മനസ്സിലാക്കിയ രൂപം വെച്ച് നോക്കുമ്പോൾ സീതാദേവിയാണ്. അപ്പോൾ സീതയെ സന്തോഷിപ്പിക്കുവാനും സീതയുമായിട്ട് എടുക്കുവാനും വേണ്ടിയിട്ട് രാമൻ്റെ നല്ല മനോഹരമായ പാട്ടുകൾ പാടുകയാണ് ഹനുമാൻ. സീതാദേവി ഇരിക്കുന്ന മരത്തിൻ്റെ മുകൾ ചില്ലയിൽ ഇരുന്നു കൊണ്ട്. ഇത് രാവണൻ്റെ മറ്റൊരു തട്ടിപ്പാണ്. അപ്പോഴേക്ക് രാവണൻ സീതയെ പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിരുന്നു. ചുറ്റുമുള്ള രാക്ഷസിമാരെ ഉപയോഗിച്ച് പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. രാവണനെക്കുറിച്ച് നിരന്തരമായിട്ട് ഈ രാക്ഷസികൾ പ്രശംസ നൽകിക്കൊണ്ടിരുന്നു. എന്നിട്ട് അയാളെ കല്യാണം കഴിക്കുവാൻ ഇവർ നിർബന്ധിച്ചിരുന്നു. ഒരു പ്രലോഭനങ്ങളിലും ഒരു പ്രകോപനങ്ങളിലും സീത വീണില്ലെന്ന് മാത്രമല്ല, അനുനിമിഷം തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മകളോട് അയവിറക്കി ജീവിക്കുന്ന വളരെ വളരെ ചാരിത്രത്തിൻ്റെ പ്രതീകമായ ഭാരതീയ സ്ത്രീകളുടെ പ്രതീകമായ സീതാദേവി അവിടെ ദുഃഖിതയായിരിക്കുന്നു. ഹനുമാൻ്റെ പാട്ട് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒടുവിൽ ഹനുമാൻ താഴേക്ക് വന്ന് ഞാൻ രാമൻ്റെ ദൂതനാണെന്ന് പറഞ്ഞപ്പോഴും വിശ്വാസമായില്ല. രാമൻ കൊടുത്ത മുദ്രമോതിരം കാണിച്ചപ്പോൾ കണ്ണുനീർ തൂകിക്കൊണ്ട് പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ആ മുദ്രമോതിരത്തെ, ആ രാമൻ കൊടുത്ത മോതിരത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരയുന്ന അതിദയനീയമായ ഒരു രംഗമാണ് അവിടെ. ഈ സമയത്ത് ഹനുമാൻ പറയുന്നുണ്ട്, അമ്മ എൻ്റെ കൂടെ വരൂ, എൻ്റെ തോളിൽ കയറൂ. ഞാൻ ഈ രൂപത്തിലല്ല, ഇതിനേക്കാൾ 10,000 ഇരട്ടി വലിപ്പമുള്ളവനാണ് ഞാനിപ്പോൾ ഈ രൂപത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സീത പറയുന്ന ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ആത്മവിശ്വാസത്തെ അങ്ങേയറ്റം പ്രകാശിപ്പിക്കുന്ന ഒരു വാക്കാണ്, എന്നെ തട്ടിക്കൊണ്ടുവന്ന ഈ ദുഷ്ടനെയും അവൻ്റെ കുലത്തെയും മുടിച്ചിട്ട് എന്നെയും കൊണ്ട് എൻ്റെ ഭർത്താവ് ഇവിടുന്ന് പോകുന്ന ഒരു സുദിനത്തെ കാത്തിരിക്കുകയാണ് ഞാൻ. ഇതാണ് ഭാരത സ്ത്രീയുടെ ധീരത. ഒരിക്കലും കീഴടങ്ങിക്കൊടുത്തവളായിരുന്നില്ല അവൾ. അലാവുദ്ദീൻ ഖിൽജി എന്ന കാമഭ്രാന്തൻ ചിത്തോറിലെ രാജ്ഞി റാണി പത്മിനിയെ കാണുവാനിടയായി. ആ സൗന്ദര്യത്തെ മോഹിച്ചു പോയി. അത്രയേറെ സുന്ദരിയായിരുന്നു റാണി പത്മിനി. റാണി പത്മിനിയെ സ്വന്തമാക്കുവാൻ വേണ്ടി ആ നാട്ടിലെ പുരുഷന്മാരെ മൊത്തം കൊന്നുകളഞ്ഞു. എന്നിട്ട് കൊട്ടാരവാതിൽ ആനയെ ഉപയോഗിച്ച് തള്ളി തുറന്ന് ഉള്ളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, കൈക്കുഞ്ഞുങ്ങളെയും മാറോടടുക്കിപ്പിടിച്ച് 14,000-ഓളം രജപുത്ര സ്ത്രീകൾ അഗ്നിയിൽ ചാടി മരിക്കുന്നു. കാരണം ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണം 700 വർഷം ഈ നാട്ടിലുണ്ടായപ്പോൾ സായിപ്പിനെ പോലെയല്ല അവർ. സായിപ്പ് നമ്മുടെ സ്ത്രീകളെ ഉപദ്രവിച്ചില്ല, കുട്ടികളെ ഉപദ്രവിച്ചില്ല, ആരാധനാലയങ്ങൾ തകർത്തില്ല. ഇസ്ലാമിക ഭീകരവാദികൾ അന്നും ഇന്നും ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു നാടവർ അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച് തകർത്താൽ അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ ലൈംഗിക അടിമകളാക്കി മാനഭംഗം ചെയ്ത് കൊന്നുകളയുക എന്ന് പറയുന്നതായിരുന്നു. ഇതറിയാവുന്ന റാണി പത്മിനി അഗ്നിയിൽ ചാടി മരിച്ചു. 14,000 രജപുത്ര സ്ത്രീകളും. അങ്ങനെയൊക്കെയാണ് സതിയൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ പ്രചരണം നേടിയത്. അത് ദുരാചാരമായിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ അത് ഹിന്ദുക്കളായിട്ട് അത് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നാം അറിയണം. സാന്ദർഭികവശാൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പം തൻ്റെ ധീരയായ നിലപാടുകൾ സീതാദേവി വ്യക്തമാക്കുകയാണ്.
എൻ്റെ ഭർത്താവ് വന്നിട്ട് രാവണാദികളെ നിഗ്രഹിച്ച് എന്നിട്ട് എന്നെ കൊണ്ടുപോകണം എന്ന ഒരു ഉറച്ച കാൽവെപ്പാണ് സീതാദേവി അവിടെ നടത്തുന്നത്. അപ്പോൾ സീതയുടെ ഈ വാക്ക് കേട്ടതോടുകൂടി സീതയുടെ കയ്യിൽ നിന്ന് മറ്റൊരു മോതിരവും വാങ്ങി, തിരിച്ചടയാളവും വാങ്ങി, രാവണനൊരു ഓർക്കാനുള്ള പണി കൊടുക്കണം എന്ന ദൃഢനിശ്ചയവുമായിട്ട് അവിടെയുള്ള വൃക്ഷങ്ങൾ കടപുഴക്കി എറിയുകയാണ് ഹനുമാൻ ചെയ്യുന്നത്. പലരും വന്നു. ആ കൂട്ടത്തിൽ ആദ്യം വന്നത് അക്ഷയകുമാരനായിരുന്നു, രാവണൻ്റെ പുത്രൻ. അക്ഷയകുമാരനെ മരം കൊണ്ട് ഇടിച്ചു കൊന്നുകളഞ്ഞു. ഒരുപാട് രാക്ഷസന്മാരെ കൊന്നു. ഒടുവിൽ ഇന്ദ്രജിത്ത് വന്ന് ഒരു ബാണമയച്ച് ബന്ധനസ്ഥനാക്കിയ ഹനുമാനെ രാവണൻ്റെ മുന്നിൽ ഹാജരാക്കി. രാവണൻ പറഞ്ഞു, ഇവന് തക്കതായൊരു ശിക്ഷ കൊടുക്കണം. ഒരു വാനരനെ സംബന്ധിച്ച് അവന് വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ്റെ വാല്. അതുകൊണ്ട് അവൻ്റെ വാലിന് തീ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വാലിൽ മൊത്തത്തിൽ തുണികൾ ചുറ്റി, ആ വാല് നീളത്തിലുള്ള വാലായിരുന്നു, നീട്ടിക്കൊണ്ടിരുന്ന വാലിലാണ് തുണികൾ ചുറ്റി അതിന് തീ കൊടുത്തു. ഹനുമാൻ തൻ്റെ ബന്ധം ആ നിമിഷം തന്നെ വിടുവിച്ചുകൊണ്ട് ലങ്ക മുഴുവൻ കത്തിയാളുന്ന വാലുമായിട്ട് ചാടിക്കളിച്ചപ്പോൾ ലങ്കയുടെ ഒരു കാൽഭാഗം കത്തി അമർന്നു പോയി. ദൂതുമായി ചെന്ന ഒരാൾ, സീതാദേവിയെ കണ്ടെത്തുവാൻ ചെന്ന ഒരാൾ അവിടെ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ ഇങ്ങനെയെങ്കിൽ ആരായിരിക്കും രാമനെന്ന് തിരിച്ചറിഞ്ഞ് സീതയെ തിരിച്ചേൽപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ രാവണൻ അപ്പോഴും തന്നെ കാത്തുകിടക്കുന്ന അപകടത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതാണ് വികാരജീവികളുടെ ഏറ്റവും വലിയ ഒരു ന്യൂനത. തൻ്റെ കാരണം, തൻ്റെ കുഴപ്പം, തൻ്റെ ഭാഗത്തുള്ള തെറ്റ് കൃത്യമായിട്ട് വിചിന്തനം ചെയ്ത് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തുന്നവനാണ് ബുദ്ധിമാൻ. മറിച്ച് രാവണൻ ഒരു വിഡ്ഢികൂടെയായിരുന്നു. ഒരു ഹനുമാൻ, ഒരു വാനരൻ വന്നിട്ട് ഇത്രയേറെ കുഴപ്പങ്ങളുണ്ടാക്കി തൻ്റെ മകനെയും ഒരുപാട് സൈനികന്മാരെയും കൊന്നിട്ട് തിരിച്ചു പോകുവാൻ കഴിയുന്നു എങ്കിൽ ആ രാമൻ്റെ ശക്തി എത്രയായിരിക്കുമെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. ഹനുമാൻ തിരിച്ച് കരയിൽ എത്തുകയാണ്, രാമൻ്റെ അരികിലെത്തുകയാണ്. കണ്ടു ഞാൻ സീതയെ എന്ന സന്ദേശവുമായിട്ട്. ആ വിശദവിവരങ്ങൾ നമുക്ക് നാളെ പങ്കുവെക്കാം. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. സാക്ഷാൽ മഹാരുദ്രൻ അഭിമുഖമായി രുദ്രാംശമായ വായുപുത്രൻ. തിരുവനന്തപുരം ശ്രീകാര്യത്തെ ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ അപൂർവ കാഴ്ച. ക്ഷേത്രക്കുളത്തിന് ഒത്ത നടുവിലായാണ് ആഞ്ജനേയന്റെ ശ്രീകോവിൽ. വെറ്റിലമാലയും അവിൽ നിവേദ്യവുമൊക്കെയാണ് ഭഗവാന്റെ ഇഷ്ട വഴിപാടുകൾ. പിന്നെ ഇവിടെ ഉപദേവനായിട്ട് ആഞ്ജനേയസ്വാമി കുടികൊള്ളുന്നുണ്ട്. കുളത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ആഞ്ജനേയസ്വാമിയുടെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അവൽ നിവേദ്യം, അതുപോലെ കാര്യസിദ്ധി പൂജ. വ്യാഴാഴ്ച തോറും ഇവിടെ കാര്യസിദ്ധി പൂജ നടന്നു വരുന്നുണ്ട്. ആ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ആഞ്ജനേയസ്വാമിയെ ഭജിക്കുന്നവർക്ക് അത് ഉദ്ദിഷ്ടകാര്യം സാധിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. 21 വ്യാഴാഴ്ചകളിൽ കാര്യസിദ്ധി കാര്യസിദ്ധി പൂജ നടത്തി കഴിഞ്ഞാൽ ആ ഉദ്ദിഷ്ടകാര്യം സാധിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആഞ്ജനേയന് അവൽ നിവേദ്യം അതാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വഴിപാടുകളാണ്. 1000ഓളം വർഷം പഴക്കമുള്ള ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിനുമുണ്ട് ഐതിഹ്യ പെരുമ. 1100 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്ന സ്വയംഭൂവായിട്ടുള്ള മഹാക്ഷേത്രമാണ്, മഹാദേവ ക്ഷേത്രം കൂടിയാണ് ഈ ഇളംകുളം മഹാദേവ ക്ഷേത്രം. തിരുവിതാംകൂറിനേക്കാൾ പഴക്കം പറയുന്ന ഒരു ക്ഷേത്രം. ആയി രാജവംശത്തിൻ്റെ കാലത്ത് ഉണ്ടായി എന്ന് പറയപ്പെടുന്നൊരു ക്ഷേത്രം. ചൈതന്യം ദർശിച്ചത് മുതൽ
ഒരുപാട് മാറ്റങ്ങൾക്ക് കാലാന്തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഈ ക്ഷേത്രം ഇവിടെ എല്ലാം കൊണ്ടും വളരെ വിശേഷതയാണ്. ഒന്ന്, സ്വയംഭൂവായിട്ടുള്ള മഹാദേവ ചൈതന്യം, അതോടൊപ്പം തന്നെ ശക്തമായ നാഗദേവതയുടെ സാന്നിധ്യം, അയ്യപ്പൻ്റെ സാന്നിധ്യം, അതിവിശാലമായ കുളത്തിന് നടുക്കുള്ള ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം. അത് ഹനുമാൻ സ്വാമി മഹാദേവനെ ദർശിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിൽ തന്നെയാണ്. പ്രകൃതി ഇറങ്ങി വന്നിരിക്കുന്ന വളരെ ശാന്തവും സുന്ദരവും ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. തെക്കൻ കേരളത്തിൽ എന്ന് മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു ഗോശാലകൃഷ്ണൻ കൂടി ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഗോശാലകൃഷ്ണന് ഒരു വിശേഷത കൂടിയുണ്ട്. ഭഗവാന്റെ ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുറ്റമ്പലത്തിൽ, അതായത് ചതുശാലയിലാണ് പശുക്കൾ ഉള്ളത്. അതിലുപരിയായിട്ടുള്ളൊരു വിശേഷത, അതിവിശാലമായ കുളത്തിൽ ഇളകൊള്ളുന്ന മഹാദേവനാണ്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചൈതന്യം ദർശിച്ചത് ഇത് അകത്തുള്ള കുളത്തിന് നടുക്കുള്ള ഒരു വലിയ ശിലാഖണ്ഡത്തിലായിരുന്നു ആ സ്വയംഭൂ വിഗ്രഹം ആവിർഭവിച്ചത്. കാലക്രമേണ അത് ക്ഷേത്രത്തിൻ്റെ മറ്റും പകിട്ടുകളിലേക്കും മട്ടുകളിലേക്കും ഒക്കെ മാറിയപ്പോഴും ഈ കുളത്തിന് നടുക്ക് അല്ലെങ്കിൽ കുളത്തിൽ ഇളകൊള്ളുന്ന ഈ മഹാദേവന് ധാര വളരെ പ്രിയങ്കരമാണ്. അതുകൊണ്ട് തന്നെ 108 കുടം അഭിഷേകം, ധാര, ഇത് നിത്യം നടന്നു വരുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഇളംകുളം മഹാദേവ ക്ഷേത്രം. അപൂർവ ഇനത്തിൽപ്പെട്ട 10ലധികം ഗോക്കളെ സംരക്ഷിക്കുന്ന ഗോശാലയും അതിന് നടുക്കായുള്ള ഗോശാലകൃഷ്ണന്റെ ഭവ്യമന്ദിരവും ഇളംകുളം ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ജനം, തിരുവനന്തപുരം.